ചത്തിട്ടില്ല ഞാൻ. അയ്യോ, ഞാനിത് നടന്ന് ഇതുവഴി വരുമായിരുന്നു. ഞാനിവിടെ ചവിട്ടി ഞാൻ താഴെത്തി വന്നാണ്. ഇപ്പതാ ഞാൻ സൈബർ പോലീസിൽ കോഴിക്കോട് കേസ് കൊടുത്തതിന്റെ ഇതാണ് റെസിപ്റ്റ് ആണ് ഈ കാണുന്നത്. ഞാൻ എന്റെ ഫ്രണ്ടും കൂടെ വന്നിട്ടാണ് ഇവിടെ കേസ് കൊടുത്തിട്ടുള്ളത്. എന്റെ ഫ്രണ്ട്സ് ആണ് എനിക്ക് ഈ വീഡിയോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് മീ കൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ, പിന്നെ ബിച്ചു സ്ട്രോക്ക്, പിന്നെ എന്തായിരുന്നു അതുൽസ് വ്ലോഗ്, അങ്ങനെ കുറെ അയച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ പിന്നെ അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ഇട്ട് നമ്മൾ അവിടെ ഇരിക്കണായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോസ് അല്ല അത് എന്തോ കഴുത്തിനകത്തൊരു പാട്, കഴുത്തിന്റെ ഇവിടെ ഏകദേശം ഈ ഭാഗത്തായിട്ട് ലവ് ബൈറ്റ് അല്ലേ അത്, അതോ വേറെ വല്ലോ ആണോ? അതെന്തോ സംഭവം എന്തുവാ? ചെറുക്കൻ എന്താ പറ്റി? ചോര കുടിച്ച് ലോക സിനിമയിലെ യക്ഷി വന്ന് ചോര കുടിച്ചെന്ന് തോന്നുന്നു ചെറുക്കൻ്റെ. എന്തോ ഈ സംഭവം, എന്ത് വീഡിയോ നോക്കട്ടെ. ആ വീഡിയോക്കകത്ത് എന്തായാലും അതിനെ കുറിച്ച് കടന്നൂടെ നോക്കട്ടെ. ഒന്നുകൂടെ ആ വീഡിയോ ക്ലിപ്പ് നോക്കട്ടെ. ഇന്നലെ പിന്നെ അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ഇട്ട് നമ്മൾ അവിടെ ഇരിക്കണായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല, ജസ്റ്റ് റെസ്റ്റ് എടുത്താണ്. നല്ല ഹൈലൈറ്റ്. ഞാനിതാ പോവാണ്. അപ്പൊ ഓക്കെ, അയ്യോ പാവം, ആ ചെറുക്കനെ വിട്ടിട്ട് എവിടെയോ പോവുകയാണെന്ന്. അല്ല അത് എന്തോ സംഭവം? എന്നാലും കഴുത്തിലൊരു പാട് കിടക്കുന്ന അരുണിമയുടെ കൂടെ ഈ ചെറുക്കൻ ഇവന്റെ കൂടെ ട്രിപ്പൊക്കെ പോയിക്കൊണ്ടിരുന്ന ചെറുക്കനാ. കഴുത്തി പാടൊക്കെ ഉണ്ടെന്ന്. കുഴപ്പമില്ല, പാടുള്ളതിന് കുഴപ്പമൊന്നുമില്ല. എന്തുവാ നോക്കട്ടെ. കമന്റ് ബോക്സ് ഒന്നും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും റിലേഷൻഷിപ്പിലാണോ? യെസ്. അപ്പൊ എന്നാ കുഴപ്പമില്ല, റിലേഷൻഷിപ്പിലുള്ളവർ ഇതൊക്കെ നടത്തും. അതിനിപ്പോ എന്താ വേണം? റിലേഷൻഷിപ്പിലാണ്. പിന്നെ അതിനെന്തോ അടുത്തെന്തുവാ? ചെക്കനെ രാത്രി കൊന്നോ? അവന്റെ കഴുത്തിൽ ലവ് ബൈറ്റ് ഒക്കെ ഉണ്ടല്ലോ. യെസ്, ഹീസ് മൈൻ. അപ്പൊ വധമായിരുന്നു, കൊന്ന്. നിംബോമാനിയക്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അരുണിമ. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് അരുണിമയുടെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവന്നു. ഏകദേശം 7 മാസം മുമ്പായിരുന്നു അരുണിമയുടെ യൂറോപ്യനോ ഉക്രൈനോ ഏതോ ഒരു ട്രിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്ത്. ഏകദേശം ആ വീഡിയോ 854K വീഡിയോ വ്യൂസ് പോയിട്ടുണ്ട്. 1400 കോമൻസ് ആയിരുന്നു അതിനകത്ത് വന്നിരിക്കുന്നത്. 6.7K ലൈക്കും ആ വീഡിയോയ്ക്ക് വന്നു. എന്നാൽ ആ വീഡിയോ സ്ട്രൈക്ക് അടിക്കുകയും ചെയ്ത് എനിക്ക് മാത്രമല്ല ഖായിസിനെതിരെയും അതുലിനെതിരെയും പുള്ളിക്കാരി കൊണ്ട് ഒരു കോംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു. അതും ആ ട്രിപ്പെല്ലാം കറങ്ങി നേരെ തിരിച്ച് എവിടെ എത്തിയതിനു ശേഷം കോഴിക്കോട് അങ്ങാടിയിലെത്തിയതിനു ശേഷം അവിടുത്തെ സൈബർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നമുക്കെതിരെ ഒരു പരാതിയും കൊടുത്തു. വീഡിയോ സ്ട്രൈക്ക് അതങ്ങ് പോയി, വീഡിയോ പോയി. എന്നാൽ വീഡിയോ നമ്മൾ കൗണ്ടർ അടിച്ചിട്ട് വീണ്ടും ആ വീഡിയോ തിരിച്ചെടുത്തിട്ടുണ്ട്. അത് ചിലപ്പോൾ ആരുടെയും കാണുമായിരിക്കും. ഇന്ന് കണ്ടെങ്കിൽ കുഴപ്പമില്ല, കാണാത്ത പോലെ ഇരുന്നാൽ മതിയായിരിക്കും കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് ആ പഴയ കാര്യത്തിലേക്ക് വീണ്ടും എടുക്കേണ്ട കാര്യമില്ല. ഒരു വീഡിയോ ചെയ്ത് ആ പെൺകുട്ടിക്ക് അത് നല്ല രീതിയിൽ മനസ്സിലായി. എനിക്ക് മാത്രമല്ല, ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലായ രീതിയിൽ 1400 കമന്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് 1335 കമന്റും ഞാൻ ചെയ്ത വീഡിയോയുടെ പോസിറ്റീവ് ഐറ്റം തന്നെ ആയിരുന്നു. ഓക്കെ, അത്ര എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളൂ. അങ്ങനെ ഇരിക്കെ കുഞ്ഞിന്റെ ഒരു പുതിയ ട്രിപ്പ്, ഈ ഒരു അരുണിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കാര്യം പറയാം. പുള്ളിക്കാരുടെ വീഡിയോസ് ഞാൻ കാണാറുണ്ട്, ഇതുപോലുള്ള സാധനങ്ങളും കാണാറുണ്ട്. വെൻ നമ്മൾ ഒരു റീച്ച് ഡൗണിലേക്ക് എത്തുമ്പോഴത്തേക്കിന് അരുണിമ എന്തെങ്കിലും ഒരു പുതിയ സാധനം കൊണ്ടുവരും. നോർമലി പുള്ളിക്കാര് ചെയ്തുകൊണ്ടിരുന്നത്, ലവൻ എന്നെ കയറി പിടിച്ചു, ആ 60 വയസ്സുള്ള കിളവൻ എന്നെ പോലുള്ള കൊച്ചു പെണ്ണിനെ എന്തിനാണ്? ലവൻ ലൈലേ കൂടെ വന്നു. ഈ രാജ്യത്ത് ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ജീവിക്കാനോ കഴിയത്തില്ല, ഞാൻ ഒറ്റയ്ക്ക് രാത്രി ഇതോ ലൈൻ്റെ ഇടയിൽ കൂടെ നടന്നുപോയി. ഇതൊക്കെയാണ് തമ്പനെയിൽ. ഇത് തമ്പനെയിൽ വെച്ചിട്ടാണ്, എന്ത് മൊത്തം പൊടിയാണല്ലോ. ഈ തമ്പനെയിൽ വെച്ചിട്ടാണ് പുള്ളിക്കാരി പറയും, തോക്ക് തരാം പക്ഷെ വെടിവെക്കരുത്. അതായത് സോഷ്യൽ മീഡിയയിൽ ആ പെൺകുട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇടാം, എന്നാൽ അതൊന്നും ആരും എടുത്ത് റിയാക്ട് ചെയ്തരുത്, അതിനെതിരെ ആരും സംസാരിക്കരുത്. ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? അല്ല. അങ്ങനെ പുള്ളിക്കാരി അവസാനമായിട്ട് വീഡിയോയ്ക്ക് തൊട്ട് മുമ്പുള്ള ഒരു വീഡിയോയ്ക്കകത്ത് കൃത്യമായിട്ട് വീടിന്റെ പട്ടിക പൊട്ടി. ഏത് പട്ടികയുടെ? 2ന്റെ ഗുണന പട്ടിക, 3ന്റെ ഗുണന പട്ടിക. ഏതിന്റെ ഗുണന പട്ടിക? പട്ടികയാണോ പട്ടികയിലാണോ? ഇനി കൊച്ചിന്റെ രാജ്യത്ത് പട്ടിക എന്നാണോ പട്ടികയിൽ എന്ന് പറയുന്നത്? എന്തായാലും എന്റെ രാജ്യത്ത് പട്ടിക എന്നല്ല പട്ടികൽ എന്നാണ് പറയുന്നത്. അതായത് പൊട്ടിയ പട്ടികയിൽ കാല് വന്ന് അതിന്റെ ഇടയിൽ കൂടെ പാവം. അയ്യോ, സങ്കടം വരും കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ. താഴെ വീണു. പക്ഷെ വീഡിയോക്കകത്ത് കൊച്ചു താഴെ വീണിട്ടില്ല കേട്ടോ. കൊച്ചു തന്നെ പറയുന്നത് താഴെ വീണു. പക്ഷെ പബ്ലിസിറ്റി മുഖ്യം ബിഗില്ലേ. അപ്പൊ പിന്നെ നമുക്ക് താഴെ വീണ് തന്നെ അയക്കണം. സ്ഥലം എവിടാന്ന് ചോദിച്ചാൽ നേപ്പാൾ.
അവർ ലോലിപോപ്പ് ഈസ് ഗോയിങ് ടു സ്റ്റാൻഡ് ബൈ ഓൺ നേപ്പാളിലാണ് പുള്ളിക്കാരി വന്നിട്ട് ഇതുപോലൊരു പ്രശ്നം പാവം കൊച്ചിന് സംഭവിച്ചിരിക്കുന്നു കേട്ടോ. ഇനി ആ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുവരാം. ഞാൻ ഇവിടെ വീണ ഞാനിവിടെ വീണ ചത്തിട്ടില്ല ഞാൻ. അയ്യോ, ഞാനിത് നടന്നത്. അത് നീ വീഡിയോ എടുത്തപ്പോ മനസ്സിലായി ചത്തിട്ടില്ല എന്നുള്ളൊരു കാര്യം. ഒരുത്തന്റെ സങ്കടത്തിലും വേദനയിലും ഞാൻ സന്തോഷം അർഹിക്കൊന്നുമല്ല കേട്ടോ. പക്ഷേ ഇത്രയും വേദന ഉണ്ടായിട്ട് അയ്യോ നല്ല രീതിയിൽ കൊച്ചിനെ പറ്റിയിട്ടുണ്ട് കേട്ടോ. കാലൊക്കെ മുറിഞ്ഞിട്ടുണ്ട്, കാലിന്റെ നഖമൊക്കെ അടുത്ത വ്ളോഗിനകത്ത് ഇളകി. ആ ചെറുക്കനുണ്ടല്ലോ നേരത്തെ കഴുത്തിൽ ഇങ്ങനെ ഒരു ലവ് ബൈറ്റ് കൊടുത്ത ചെറുക്കൻ, ആ ചെറുക്കന്റെ കൂടെ സന്തോഷത്തിന് വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്ത് അവൻ കാല് കുത്തിയപ്പോൾ അതിന്റെ ഇടയിൽ കൊണ്ട് ഈ കൊച്ചു കാലും വെച്ചു കൊടുത്തു. സൂക്ഷിക്കണ്ടേ മോളുടെ കാലിൽ അങ്ങനെ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ മോൾ അവന്റെ കാലിൻ്റെ ഇടയിലോട്ട് കാലുകൊണ്ട് വെച്ചു കൊടുക്കാവോ? അവൻ കയറി ചവിട്ടത്തില്ലേ? അങ്ങനെ നഖത്തിന് വലിയ വിഷയമുണ്ട്. ആശുപത്രി കൊണ്ട് കാണിക്കണം കേട്ടോ. മോള് വീഡിയോ കാണുന്നെങ്കിൽ ആശുപത്രി കൊണ്ട് കാണിക്കണം. മാമന്റെ കേറാന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഞാനിവിടെ ചവിട്ടി ഞാൻ താഴെത്തി. അയ്യോ, ഞാൻ താഴെത്തി. എന്റെ കാല് എനിക്കൊന്നും പറ്റുള്ളൂ. നോക്ക് എന്റെ കൈ നോക്ക്. എന്തോ പറ്റി എനിക്ക് കൈയിനകത്ത് ബ്ലഡ് ആയതുകൊണ്ടാ നീലേ. എന്റെ കാലൊക്കെ എവിടേക്കോ പ്രശ്നമുണ്ട്, മുഖത്ത്. ഈ കണക്ക് പോട്ടെ അത് ഒരിക്കലും പറയരുത്. പക്ഷെ എന്നാലും ഇതുപോലൊരു അത്യാഹിതം സംഭവിച്ചിട്ട് ഇത് ക്യാമറ ഓൺ ചെയ്തിട്ട് കാണിക്കാനും പറയാനും കാണിച്ചൊരു മനസ്സുണ്ടല്ലോ. ഐ അപ്രിഷിയേറ്റ് യുവർ മനസ്സ്. അത് കമന്റ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അതുപോലെ എന്തോ ആയിട്ടുണ്ട്. ഇവിടെ ഇടിച്ച് താഴെ ഇടിച്ച് എന്തൊക്കെയോ ആയി. പൊട്ടൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. നേരത്തെ പൊട്ടൊന്നും കൊള്ളാം കേട്ടോ. എന്തായാലും നൈസായിട്ടുണ്ട്. യു ആർ ലുക്കിംഗ് ഗ്ലോറിയസ് എന്തോ അതിന് പറയുന്നത്. കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടാ. അയ്യോ, കരയുമായിരുന്നോ? അയ്യോ, എനിക്ക് കണ്ടിട്ട് മിസ്റ്റർ ബീൻ്റെ ഏതോ എപ്പിസോഡ് നടക്കുന്നത്. കരയുമായിരുന്നില്ലേ? ഐ എം റിയലി സോറി. ഞാനും ആ കരച്ചിൽ ഒരു 5 മിനിറ്റ് പങ്കുചേരാം. ഈ 5 മിനിറ്റ് പങ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഈ വീഡിയോ സ്കിപ്പ് അടിച്ചിട്ടു. അതുകൊണ്ട് 5 മിനിറ്റ് ഒന്നും പറ്റത്തില്ല, 2 സെക്കൻഡ്. ഇതിന്റെ ആവശ്യമുള്ളൂ കേട്ടോ, കുഴപ്പമില്ല. ബാക്കി കരമോളെ. പക്ഷെ കരച്ചിലാന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറയാം. ഇതെവിടെ തടിച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര വേദന എടുക്കണം. എനിക്ക് വേദന ഒന്നും സഹിക്കാൻ പറ്റില്ല. ഈ ചെറിയ വിരലുകൊണ്ട് ഇത്രയും തടിച്ചിരിക്കണ്. ഇവിടെ എനിക്ക് അനക്കാൻ പറ്റണില്ല. ഭയങ്കര വേദന. ഇവിടെ നീല കളറായിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ തടിച്ചിട്ട് നീലയായി. അവിടെ ഇങ്ങനെ ചെറിയ പൊട്ടലുണ്ട്. ഇങ്ങനെ ചിരകി പൊളിഞ്ഞേക്കുന്നു. ഇതിനെന്റെ കാലിന് ഞാൻ റിയാക്ട് ചെയ്യുന്നില്ല. ഒരു പെണ്ണിന്റെ വേദനക്കകത്ത് വന്നിട്ട് എങ്ങനെ നിനക്ക് ഇതുപോലെ വീഡിയോ ചെയ്യാൻ പറ്റുന്നു വിച്ചു? ഒന്ന് ആലോചിച്ചു നോക്കേ. ആ പെണ്ണിന് ഇത്ര വേദന ഉണ്ടെങ്കിൽ ക്യാമറ എടുത്ത് ചെയ്യാമെങ്കിൽ എനിക്ക് റിയാക്ട് ചെയ്യാം. നീ ആരാടാ പറയാനായിട്ട്? എനിക്ക് റിയാക്ട് ചെയ്യാം. അത്ര വേദന സഹിച്ച് അത്രയും ബുദ്ധിമുട്ട് സഹിച്ചിരുന്നിട്ട് ക്യാമറ എടുത്ത് വെച്ച് ഇങ്ങനെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ കരയാനും ആ ഉണ്ടായിട്ടുള്ള ഇഞ്ചുറി എടുത്ത് കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എക്സ്പെരിമെന്റ് ആയിട്ട് കാണിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് വീഡിയോ ചെയ്യാം കേട്ടോ. ഈ കമന്റ് ഞാൻ റിപ്ലൈ തന്നിരിക്കുന്നു. ഉള്ള കാര്യം പറയാമല്ലോ. പാവം കൊച്ച്. നഖമൊക്കെ പോയി കണ്ടോ. കാലിന്റെ നഖം കണ്ടോ. നോർമലിയുള്ള നഖം എങ്ങനെയാ നോക്കി. നോർമലി ഇങ്ങനെ ഇവിടെ ഒരഞ്ഞിട്ട് എന്തോ ആയി. ഇവിടെ ഒരഞ്ഞിട്ട് വേദന എടുക്കും, ഭയങ്കര വേദന എടുക്കും. എന്റെ കാല് നോക്കി. എന്റെ കാല് കണ്ടോ. നോർമൽ നഖം, ഇത് പൊളിഞ്ഞ നഖമെല്ലാം പൊളിഞ്ഞു പോയി. വേദന എടുക്കുക, ഭയങ്കര വേദന എടുക്കും. ഇവിടെയൊക്കെ തൊടാൻ പറ്റുന്നില്ല. ജീവൻ പോണ വേദന. ഇതിങ്ങനെ ഷിവർ ചെയ്യുന്ന പോലെ ഉണ്ട് കണ്ടോ. ഈ വിരലിങ്ങനെ ഷിവർ ചെയ്യുന്നു. കഷ്ടം കൊച്ചു. ലോകമെമ്പാടും കറങ്ങിയിട്ട് നേപ്പാളിൽ ഒന്നൊരു പട്ടികളുടെ ഇടയിൽ ഒന്ന് കേറിയേക്കുന്നു. അയ്യോടാ. ഇവിടെ ഇങ്ങനെ ഇതായിട്ട് എനിക്ക് അറിയില്ല എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഭയങ്കര വേദന. എനിക്കറിയില്ല ഇവിടെ എന്തെങ്കിലും കാണുന്നുണ്ടോന്ന്. എനിക്കിവിടെ വേദന എടുത്തിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് വേദന സഹിക്കാനുള്ള കഴിവ് തീരെയില്ല. ഇവിടെ ഇങ്ങനെ തൊടാൻ പോലും പറ്റണില്ല. ഇവിടെയൊക്കെ എന്തോ പറ്റി. ഇതൊക്കെടാ എന്തുവാടാ ഇത്രയും അധികം ബുദ്ധിമുട്ടുണ്ടായിട്ട് അത് ക്യാമറ എടുത്തു വെച്ച് കാണിക്കാനും അതിനെപ്പറ്റി സംസാരിക്കാനും കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. അതാണ് ആദ്യം കാണേണ്ടത്. ഈ വീഡിയോ കാണുന്നവര് ആ കൊച്ചിന്റെ മനസ്സുകൂടെ കണ്ടിട്ട് വേണം കേട്ടോ എനിക്ക് കമന്റ് ഇടാനായിട്ട്. അപ്പൊ കമന്റ് ഇടുമ്പോഴത്തേന് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് വേണം ഇടാൻ. ഓക്കെ, അപ്പൊ ഹൈപ്പ് ചെയ്യാനുള്ളൊരു മര്യാദയ്ക്ക് എന്റെ വീഡിയോ എടുത്ത് ഹൈപ്പ് കൊടുത്തോളാം. ഹൈപ്പ് കൊടുക്കാതാണ് ഇപ്പൊ ഞാൻ ഈ പറയാത്ത വീഡിയോ നീയൊക്കെ കാണുന്നത്. പറ്റുമെങ്കിലല്ല,
എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പ് കൊടുത്തിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ മൊത്തം അങ്ങോട്ട് ഇറങ്ങിപ്പോക്കണം കേട്ടല്ലോ. കാണാതെ പോകല്ലേ, സോറി, ഐ എം റിയലി സോറി. അയ്യോ വയനാട് കണ്ണൂരൊക്കെ കറണ്ട് പോകുന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എൻ്റെ വണ്ടി കറണ്ട് പോകുന്നു, ഇതുവരെ മുഖ്യമന്ത്രി ആരും പറഞ്ഞില്ല. അയ്യോ ഇനി ഇന്ന് കീക്കിയൊക്കെ അടിക്കും. സോറി, ഐ എം റിയലി സോറി. എല്ലാ ലാപ്ടോപ്പ് വന്നില്ല, 1 2 3 4. ബാക്ക് ടു ട്രാക്ക്. അവസാനിപ്പിക്കാതെ എന്തിനാ ഈ ഇടയ്ക്കിടയ്ക്ക് ടൂ നടിക്കുന്നത്? ഞാനിവിടെ ഉണ്ടല്ലോ, എനിക്ക് കാണാമല്ലോ എന്തോ അവിടെ ഉള്ളതെന്നുള്ളത്. ഇവിടെ ഞാനത് ആക്ച്വലി താഴെ വീണിരുന്ന എൻ്റെ നടുവിടെ ഞാൻ താഴേക്ക് ഞാൻ പോയി. അപ്പഴേ ഞാൻ കൈ വെച്ച് പിടിച്ചിട്ട് ഞാൻ നിന്നത്. ഒരൊറ്റ സെക്കൻഡിലാണ് ഞാനത് താഴെത്താണ്ടിരുന്നത്. ആ പലക ഞാൻ താഴ്ത്തിയില്ല. ആ ഗ്യാപ്പിൽ ഇങ്ങനെ പോയി, ഞാൻ പകുതി മുക്കാലും പോയി. ഞാൻ ആ പിടിച്ചു നിന്നത്, എൻ്റെ കൈ വെച്ച് ഞാൻ പിടിച്ചു നിന്നത്. ഓ എനിക്കിവിടെ അയൺ ലേഡി ഈ വീഴുക മാത്രമല്ല, അതെടുത്ത് വെച്ചൊരു വ്ളോഗാക്കാൻ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ. ഷീ സച്ച് ആൻ അയൺ ലേഡി ഫ്രം കേരള. ഓണം കറാമൂല എടുക്കുന്നുണ്ട്. എൻ്റെ ചന്തി കുത്തിയാണ് വീണത്. ആ ചന്തി സൈഡ് ഇടിച്ചതായത് ഇടുപ്പും ഭയങ്കര വേദന. ഓ എനിക്ക് തലക്ക് കറങ്ങണം എന്തോ ആവുന്നു. ഇന്നലെ ഞാൻ വീണിട്ട് പിന്നെ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടതാ ഇപ്പൊ അവരൊരു മരുന്ന് തന്നത്, വേദനയൊക്കെ ഉള്ളത്. ആകെ ഈ ഒരു മരുന്നുള്ളൂ, അത് കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞിട്ട് തന്നാണ് കേട്ടോ. ഇപ്പം ഉച്ചയായിട്ടുണ്ട്. ഞാനിതാ എൻ്റെ കാലിൻ്റെ ഒക്കെ അവസ്ഥ ഭയങ്കര സീനാണ്. കണ്ടോ, ഈ കാലിൽ നഖം മൊത്തം പോയി. ഈ നഖം പോയി. 2 എണ്ണവും എന്തേ ഇവിടെ ഇങ്ങനെയായി. ഇതുണ്ടോ, ഇതിനൊരു നല്ല ഇഞ്ചുറി കേട്ടോ. നല്ല രീതിയിൽ കൊച്ചു വേദന അനുഭവിച്ചിട്ടുണ്ട്. സത്യമായിട്ട് ഞാനത് തമാശ പറയല്ല, ട്രോളും അല്ല. പക്ഷെ ഇത്രയും ഇഞ്ചുറി പറ്റിയിട്ടും അത് നമുക്ക് മുന്നിലേക്ക് ഇട്ട് കാണിച്ച് അത് വിൽക്കാനും കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അതാണ് ആരും കാണാതെ പോകാത്തത്. കുഴപ്പമില്ല. ഞാൻ കാലിൽ നഖം വെട്ടിയായിരുന്നു ഇന്നലെ. ഇതൊന്നും വെട്ടാൻ പറ്റിയില്ല, കാരണം അവിടെ തൊടാൻ പോലും പറ്റില്ല. ഭയങ്കര വേദനയാണ്. എൻ്റെ ഈ ഷൂ ഇടാൻ പറ്റൂല. ആ ഷൂ ഇടാൻ പറ്റാത്തോണ്ട് ഞാനിതാ ഇതാണ് കേട്ടോ. അപ്പൊ കാല് വയ്യാതിരുന്നിട്ട് മറ്റേ കാലിൽ നഖമൊക്കെ വെട്ടാനായിട്ട് സാധിച്ചില്ലേ? അയ്യോ പാവം കുട്ടി. എന്തോ ഇതുപോലെ സത്യസന്ധരായിട്ടുള്ള കുട്ടികളാണ് ഈ നാട്ടിന് വേണ്ടത്. പക്ഷെ ഈ കുട്ടി നാട്ടിലില്ല. നാട് നീളെ കയറി ഇറങ്ങി നടക്കുമല്ലോ, പിന്നെ എങ്ങനെ ഈ കുട്ടി നാട്ടിലുള്ളത്? കഷ്ടം. ചെരുപ്പാണ് ഇടുന്നത്. എന്ത് ചെയ്യാന്നറിയില്ല. ഇവിടുന്ന് ഇനി കുറച്ച് ഇന്റർനെറ്റ് രാവിലെ ആയിട്ട് ഇവിടെ വരുന്നില്ല. അപ്പൊ ഇന്റർനെറ്റുള്ള ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങനെ മാറണം എന്ന് ഓർത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് അവിടുത്തെ അവര് എങ്ങടോ മുകളിലേക്ക് എവിടേക്കോ പോയിരിക്കാന്ന് പറഞ്ഞ് അങ്ങനെ ഞാനിതവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഏതെങ്കിലും വണ്ടി വന്നിട്ട് വേണം എനിക്ക് പോവാനായിട്ട്. ഇവിടെ നോക്കതേ, ഇവിടെ കുറേ കഷ്ടം. അപ്പൊ ഇതാണ് കുട്ടിയുടെ വ്ളോഗ് എന്ന് പറയുന്ന ഒരു സാധനം. ഇതിനകത്ത് വന്നിട്ടുള്ള കോമന്റ്സ് ഞാനൊരു 2-3 കോമന്റ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇത്ര വേദനയിലും കരയുന്ന മുഖം കാണാൻ ശ്രദ്ധിച്ച് ക്യാമറ പിടിക്കുന്നതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ കാണാതെ പോകരുത്. അത് തന്നെ, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തത്. ഇത്ര വേദനയിലും വീഡിയോ എടുത്ത് ഞങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കുന്ന താങ്കളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. സീരിയസ്ലി, ഐ അപ്രിഷിയേറ്റ് യുവർ കറേജ്, ഐ അപ്രിഷിയേറ്റ് യുവർ എഫേർട്ട്, ഐ അപ്രിഷിയേറ്റ് യു to do this video. Really, nobody can do this. Only you can. Backpacker Arunima, you can only. കാഴ്ചക്കാർ കുറഞ്ഞു വരുന്നു എന്ന് തോന്നുമ്പോൾ എന്തെങ്കിലുമൊക്കെ നാടകവുമായി വരാറുണ്ട് ഈ സഹോദരി. അയ്യോ, നഗ്നമായ സത്യം. ഈ നഗ്നമായ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക് എടുത്ത് നമ്മൾ വീഡിയോ ചെയ്യാനും ഈ ടോപ്പിക്കിനെ തുടർന്നുള്ള കോമന്റ്സ് എടുത്ത് റിയാക്ട് ചെയ്യാനും ഈ ടോപ്പിക്കിന്റെ തമ്പനയിൽ കൃത്യമായിട്ട് കാണിക്കാനും. അപ്പം എനിക്കെതിരെ കൊടുത്തിട്ടുള്ള വീഡിയോയുടെ ഒരു കോമന്റ്, ഒരു കേസ് സംഭവങ്ങളുണ്ടല്ലോ, അന്ന് നമ്മൾ ഇതൊന്നും എടുത്ത് റിയാക്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ വഴിക്ക് അങ്ങ് വിട്ടു, നമ്മളങ്ങ് പോയി. നെക്സ്റ്റ് ടൈം ചെസ് നമ്പർ എപ്പോഴാണ് വീഴുന്നത് ആ വീഴ്ചയിൽ എടുത്ത് വെക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനത് കാണിച്ചു. വീഡിയോ എനിക്ക് സ്ട്രൈക്ക് തന്നായിരുന്നു, ഞാനത് പൊട്ടിച്ചു, ഞാനത് മാറ്റി, വീണ്ടും എൻ്റെ പ്രൊഫൈലിൽ വന്നു. ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ബിച്ചു.